എല്ലാവർക്കും ഈ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വെളിയിരുന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കേൾക്കും. ഇപ്പോൾ കാക്ക വിളിക്കണേലും കോഴി വിളിക്കണതൊക്കെ സൗണ്ട് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും, അത് കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങളിപ്പോൾ നോക്കുമ്പം എന്തെങ്കിലും മാറ്റം എൻ്റെ മുഖത്ത് കാണും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ തൊപ്പി വെച്ചിട്ടില്ല. തൊപ്പി വയ്ക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ജീവിതകാലം മൊത്തം തൊപ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊപ്പി വെച്ചതിന് കാരണം ഈ മുടി വെട്ടിയതിന് ശേഷം ഞാൻ തൊപ്പി വെച്ച് വീഡിയോ എടുത്തതാണ്. അതിന് മുമ്പത്തെ വീഡിയോ കണ്ടറിയാൻ എനിക്ക് നല്ല മുടിയുണ്ടായിരുന്നു. അതിനുശേഷം മുടി വെട്ടിയതിന് ശേഷം പിന്നെ തൊപ്പി വെച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇതുവരെയുള്ള എല്ലാം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ തൊപ്പി വെച്ചാണ് ചെയ്തത്. അപ്പോൾ ജീവിതകാലം മൊത്തം ഇനി ഇങ്ങനെ തൊപ്പി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുടിയൊക്കെ വെളിയിൽ കാണിക്കേണ്ടതെന്ന് വെച്ചാണ് ഞാൻ തൊപ്പി വയ്ക്കാതെ വീഡിയോ എടുത്തത്. അതേപോലെ ഞാൻ പറയാൻ വന്നത് നമ്മൾ ചാനലിൻ്റെ പേരൊന്നും അങ്ങ് മാറ്റി. എന്തുകൊണ്ട് മാറ്റണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ മാറ്റിയപ്പോൾ അത് മിസ്റ്റർ ഫൽഗു എന്നുള്ളൊരു പേരിലാണ് ആക്കിയത്. അപ്പോൾ ഫൽഗു എന്ന് പറയുമ്പോൾ എൻ്റെ പേരൊന്നും അല്ല, എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്ന പേരാണ് ഫൽഗു എന്ന്. അപ്പോൾ നോക്കിയപ്പം ഇപ്പോൾ ആരും സെർച്ച് ചെയ്താൽ വേറെ ചാനലൊന്നും വരാത്ത ഒരു പേരെടുക്കണമെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഇപ്പോൾ മിസ്റ്റർ ഫൽഗു എന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ മിസ്റ്റർ ഫൽഗു എന്ന് ഇപ്പോൾ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഈ പേരിപ്പം പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഈ മൈൻഡൊക്കെ ആയപ്പോഴും എനിക്ക് ആദ്യമേ ഈ മൈൻഡൊക്കെ നേരെ സ്പീഡിൽ പറയാൻ പറ്റൂലായിരുന്നു. അപ്പോൾ നമ്മൾ പറയുമ്പോൾ വേറെ എന്തെങ്കിലും തെറ്റിപ്പോവും. ഇപ്പം പറഞ്ഞു പറയുമ്പോൾ മൈൻഡൊക്കെ ഇപ്പോൾ വായിലിപ്പം വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇൻട്രോ പറയുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അറിയാതെ തന്നെ ഇപ്പം മൈൻഡൊക്കെ എന്ന് വന്നു. കാര്യം നമ്മൾ പറഞ്ഞ് ശീലിക്കുകയുണ്ട്. ഇപ്പം വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് മൈൻഡൊക്കെ തന്നെ വരും. അതൊക്കെ പതുക്കെ സമയമെടുത്ത് മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കും. അതുപോലെ ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്കി മരമൊക്കെ കാണുന്നതാണിപ്പോൾ തന്നെ അറിയാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല നോയ്സും അതേപോലെ കാണും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയണമല്ല. ഞാൻ ഇപ്പം പേര് മാറ്റിയതുകൊണ്ട് തന്നെ ഇപ്പം ചാനൽ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് പറയാൻ വന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം ഒരു പ്ലേലിസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. പ്ലേലിസ്റ്റിലെന്ന് പറയുമ്പം ഈ കൈൻമാസ്റ്റർ എഡിറ്റിങ്ങിനെ പറ്റിയാണ്. ഇപ്പോൾ കൈൻമാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ വീഡിയോ കൊണ്ടിട്ട് തീർക്കാൻ പറ്റില്ല. എൻ്റെ എഡിറ്റിംഗ് പഠിപ്പിക്കണമെന്ന് വെച്ചാലും നമുക്ക് ഒറ്റ വീഡിയോ കൊണ്ടിട്ട് തീർക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഒറ്റ വീഡിയോ കൊണ്ടിട്ട് തീർക്കാൻ തന്നെ ആയാലും നമ്മൾ പറയുന്നത് ഇപ്പോൾ ഫുള്ളും പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. എന്നാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ അടുപ്പിച്ചാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലെ ഓരോ സംഭവങ്ങളും ഒരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഇപ്പോൾ ക്രോമാ കീ ആണെങ്കിലും അതേപോലെ വീഡിയോ ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണെങ്കിലും അത് ഓരോ ഇതായിട്ട് സെക്ഷനായിട്ട് ഞാൻ ചെയ്തിടും. ഓരോ വീഡിയോ വെച്ച് ചെയ്തിടും. ഇപ്പം ഞാൻ അതൊക്കെ ഓരോ പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. പാർട്ടായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ഓരോന്നിലും ഇപ്പം ഒന്നിൽ ക്രോമാക്കി അതേപോലെ ഒന്നിൽ ഇപ്പം നമുക്കിങ്ങനെ പാട്ട് അതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം. അത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നടുക്കുള്ള ഒരു പോർഷൻ എങ്ങനെ കട്ട് ചെയ്തോളാം. ഇതെല്ലാം ഞാൻ ആദ്യത്തെ ഒരു പാർട്ടി ഞാൻ പറയുന്നതാണ്. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ യൂട്യൂബേഴ്സ് അതേപോലെ എഡിറ്റ് ചെയ്യാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരമുള്ളതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കൈമാസ്റ്ററിൽ എഡിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും സംശയമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ പറ്റുന്ന അത്രയും വേഗത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിടാൻ നോക്കും. ഈ കൈമാസ്റ്റർ എന്ന് പറയുമ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. കാരണം നമ്മളിപ്പം പി സിയിൽ അഡോബ് പ്രീമിയർ പ്രോയിൽ ഇപ്പോൾ മൊബൈൽ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അതുമായിട്ട് നല്ല സാമ്യമുള്ളൊരു സംഭവമാണ്. അതിൽ ചെയ്യാൻ പറ്റുന്ന 3/4 സംഭവം നമുക്ക് ഈ കൈമാസ്റ്ററിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കൈൻമാസ്റ്ററിൽ നമ്മൾ പേ ചെയ്യണം. പൈസ പേ ചെയ്തിട്ടാണ് അതിൻ്റെ പ്രീമിയം വെർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുള്ള് വെർഷനും കിട്ടുള്ളൂ. സംഭവങ്ങൾ അതിലുള്ള എഫക്റ്റ് ആയാലും അതെല്ലാം നമുക്ക് പ്രീമിയം വെർഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ കൈൻമാസ്റ്റർ എഡിറ്റിങ്ങിൻ്റെ ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ഞാൻ ഇന്ന് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ കയറി കണ്ട് പഠിക്കാം. അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടി ഇപ്പം എഡിറ്റിങ്ങിൻ്റെ തന്നെ ഇപ്പോൾ കൈൻമാസ്റ്ററിലെ ഓരോ വിഭാഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓരോ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കൈൻമാസ്റ്ററിൻ്റെ എഡിറ്റിങ്ങിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഇപ്പം ക്രോമാക്കി അങ്ങനത്തെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങിൻ്റെ ഇപ്പോൾ ക്രോമാക്കിയാണ് എല്ലാവരും നോക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീന് നമുക്ക് മാറ്റി ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മാറ്റാനൊക്കെ പറ്റണം. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ക്രോമാക്കി. അതെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലുമൊക്കെ അതിൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻട്രോ വീഡിയോ ഉണ്ടാക്കണം അതെല്ലാം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. ഞാൻ എന്നാൽ അതേപോലത്തെ വീഡിയോ ചെയ്തിടാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കണം, ഞാൻ കമൻറ്റ് ഇട്ട് അവൻ ചെയ്തിടുമോ, ഇനി എന്നെ ഇവനെ അറിഞ്ഞുകൂടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കണം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ നിങ്ങൾ ആര് കമൻറ്റ് ഇടുന്ന അവർക്ക് ആവശ്യമുള്ള വീഡിയോ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. അതേപോലെ നമുക്ക് കൈൻമാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സംഭവമാണെങ്കിൽ അത് നിങ്ങളത് ഞാൻ പറയുകയും ചെയ്യും. ഇതേപോലെ ഇത് നമ്മളെ കൈൻമാസ്റ്ററിൽ പറ്റണമല്ല, ഇത് PC ഏതെങ്കിലും സോഫ്റ്റ്വെയർ വെച്ച് ഇതൊക്കെ ഇങ്ങനത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക തന്നെ. അതേപോലെ ഈ കൈൻമാസ്റ്റർ എഡിറ്റിങ്ങിൻ്റെത് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ 2 വീഡിയോ വെച്ച് ഓരോ സെക്ഷനായിട്ട് ഞാൻ ഇടാൻ നോക്കാം ഓരോ വീഡിയോസ്.
നിങ്ങൾ അതേപോലെ നല്ല സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇപ്പം യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്, ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് M.R സൈനിങ് ഓഫ്.